ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് ഒരു റെഡിമെയ്ഡ് ടോപ്പാണ്. ഇതിൻ്റെ ഷോൾഡർ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഷോൾഡർ കുറച്ച് കുറയ്ക്കാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ ഷോൾഡർ വരുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇതിനൊരു 3.5 ഇഞ്ച് ഷോൾഡർ കിട്ടിയാൽ മതി. കൈ ഫുൾ അഴിക്കാതെ വേണം നമുക്ക് ഇതിൻ്റെ ഷോൾഡർ വെട്ടി പിടിപ്പിക്കാനായിട്ട്. നമുക്ക് ഇതിൻ്റെ ഷോൾഡർ വെട്ടിക്കളയുമ്പോൾ നമുക്കത് ഒപ്പം വെച്ച് വെട്ടാൻ പറ്റില്ല. കാരണം ബാക്കിൽ കുറച്ച് കൂടുതലും ഫ്രണ്ടിൽ കുറച്ച് ഉള്ളിലേക്കും തള്ളിയിട്ടാണ് ടോപ്പിൻ്റെ കൈക്കുഴിയൊക്കെ വെട്ടിയെടുക്കണേ. അപ്പോൾ നമ്മൾ അത് വെട്ടിക്കളയുമ്പോഴും അതുപോലെ തന്നെ വേണം കുറയ്ക്കാനായിട്ട്. നമ്മൾ ഈ കൈ ഫുള്ളും അഴിച്ചെടുക്കാതെയാണ് ഷോൾഡർ കുറയ്ക്കണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പകുതിയിൽ നിന്നാണ് ഷോൾഡർ കുറയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം അഴിച്ചെടുത്തിട്ട് പകുതി വരെ വെട്ടിയെടുക്കണം. ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റായിട്ട് വരച്ച് വെട്ടിയെടുക്കുന്നതാണ് നല്ലത്. ഫ്രണ്ടും ബാക്കും വരച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സ്ലീവ് ഇതിൽ നിന്ന് അഴിച്ചെടുക്കാം. അതിനുശേഷം വെട്ടിയാൽ മതി. ഇനി ഇതിൻ്റെ സ്ലീവ് ഒരു 3/4 ഭാഗത്തോളം അഴിച്ചെടുക്കാം. ഈ ടോപ്പ് ലൈനിങ് ഇട്ട് അടിച്ചതാണ്. അപ്പം നമ്മളത് വെട്ടുമ്പോൾ ലൈനിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 പിന്ന് കുത്തി വയ്ക്കാം. അത് വെട്ടുമ്പോൾ ലൈനിങ് ടോപ്പിൻ്റെ പീസും ഒപ്പമല്ലെങ്കിൽ അത് ചുളിവ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നു കുത്തി ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് ആ വരച്ചതിൽ കൂടെ വെട്ടിയെടുക്കാം. ഫ്രണ്ടും ബാക്കും ഒപ്പം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വെട്ടിയെടുക്കാമല്ലോ. സ്ലീവിൻ്റെ സെൻറ്റർ അറിയാനായിട്ട് നമുക്ക് അവിടെ ഒരു ചെറിയ വെട്ടിട്ട് കൊടുക്കാം. അത് വെട്ടിയതിന് ശേഷം ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത സ്ഥലവും സ്ലീവിൻ്റെ സെൻറ്ററും കൂടി ഒപ്പം വച്ചിട്ട് നമ്മൾ ഒരു സൈഡിലേക്ക് അടിച്ചു കൊടുക്കുക. ഒരു സൈഡിലേക്ക് അടിച്ചതിന് ശേഷം നമുക്ക് മറ്റേ സൈഡിലേക്ക് അടിക്കാം. ഇത് അടിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഷോൾഡർ 3.5 ഇഞ്ചായിട്ട് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ചുളിവൊന്നുമില്ലാതെ നല്ല പെർഫെക്ഷനിലായിട്ട് കിട്ടിയിട്ടുണ്ട്.